പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞാല് സാധാരണക്കാരനായ ഒരാളാണ്. പിന്നെ അതിൽ കുറെ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി. ഉദ്ദേശ കാര്യം ശരിക്ക് വേറെ ഒന്നായിരുന്നു, പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഇതിലിപ്പോ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാല് ഞാൻ സംഘിപ്പട്ടം, പിന്നെ ഒരു എന്താ പറയാ, ഒരു വർഗീയ തലത്തിലുള്ള ആള്, പിന്നെ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന കുറെ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കിപ്പോ ഓരോടിപ്പോ എന്താ പറയാ, അവർക്കിപ്പോ ഓരോടൊന്നും ഇതിൽ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരള. ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയില് കണ്ട പോലെ തന്നെ ഇപ്പൊ മനാഫ്കയും അതുപോലെ തന്നെ അർജുന്റെ കുടുംബാംഗങ്ങളും ഒന്നായിരിക്കുകയാണ്. സന്തോഷം തന്നെ, അൽഹംദുലില്ലാഹ്, നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. ഒരു ആളുടെ മുന്നിൽ നമ്മൾ താഴ്ന്നു കൊടുക്കുക, ഒരു പ്രശ്നം ഇല്ലാതാക്കുന്നതിലൂടെ നമ്മൾ താഴ്ന്നു കൊടുക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു നല്ല കാര്യവും നന്മയുമാണ്. അതുപോലെ തന്നെ അതിന് നമ്മൾ ഒരിക്കലും ചെറുതായി പോവുകയല്ല ചെയ്യുന്നത്, നമ്മൾ വലുതാവുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും മനാഫ്ക ആ ഒരു കുടുംബത്തിന്റെ അടുത്ത് പോയി എല്ലാവരുടെയും വാക്കുകൾ കേട്ടുകൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു വലിപ്പം കൊണ്ട് തന്നെയാണ് അവരുടെ അടുത്ത് പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒത്തുതീർപ്പാക്കി. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. ഇനി മനാഫ്കക്ക് എന്തെങ്കിലും അവർക്ക് പലരോട് പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് സോൾവ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു പ്രശ്നം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്, ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ജിതിൻ ഇപ്പൊ പറയുന്നുണ്ടല്ലോ, എന്നെ സംഘിയാക്കി അല്ലെങ്കിൽ എന്നെ വർഗീയവാദിയാക്കി എന്നൊക്കെയുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ഒരു വീഡിയോയും കാര്യവും കണ്ടാലും അതുപോലെ തന്നെ ഇത്രയൊക്കെ ഉപകാരം ചെയ്തൊരു മനുഷ്യനെ ഇതേപോലെ തേജോവധം ചെയ്യുമ്പോൾ അതൊക്കെ കണ്ടു നിൽക്കുന്ന നമ്മള് അതിനെതിരെ പ്രതികരിക്കും. മലയാളി നല്ലതിനെ തിരിച്ചറിയാനും ചീത്തയെ അകറ്റി നിർത്താനും അറിയാവുന്ന, അല്ലെങ്കിൽ അതൊക്കെ തിരിച്ചറിയുള്ള മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികമുള്ള സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു പ്രസ് മീറ്റും കാര്യങ്ങളും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഒരാളും ഒന്നും പറയില്ല. അത് തന്നെയല്ലേ കാരണം. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചികഞ്ഞ് നോക്കുന്നൊന്നുമില്ല. പക്ഷെ എന്തായാലും നമുക്ക് ഇതിന്റെ കുറച്ച് പോർഷൻസ് ഒന്ന് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്ന് പറയാം. ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ വിഷമമുണ്ട് നമുക്കൊക്കെ. അത് പരിഹരിക്കണം. ആ വിഷയം ചർച്ച ചെയ്ത് ഒരു വലിയൊരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. പരസ്പരമുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ പല കൈകടത്തലുകളിലൂടെ പിന്നീട് അത് എത്തപ്പെടുന്നത് മറ്റൊരു ദിശയിലേക്കായിരിക്കും. അത് പരിഹരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ട് ഇന്ന് അർജുന്റെ കുടുംബവും അതോടൊപ്പം തന്നെ മനാഫും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. രണ്ടുപേരും അപ്പുറം ഇപ്പുറം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അതായത് മനാഫിനെ പല സമയങ്ങളിൽ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയും ചില സമയങ്ങളിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമായതിന്റെ പേരിൽ അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനാഫിന് മനസ്സിലാകാതെ പോവുകയും, അപ്പൊ മനാഫ് ആ കാര്യം ഇന്ന് ഇവിടെ വന്നപ്പോൾ ക്ലിയറായി അർജുന്റെ സഹോദരനും എളിയനും എല്ലാവരും കൂടി അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ക്ലിയറായി ഒരു കട്ടുമില്ലാതെ മനാഫിനോട് പറഞ്ഞപ്പോൾ മനാഫിന് ആ കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടു. അല്ല മനാഫെ? അതെ, ക്ലിയറായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോ അതുകൊണ്ട് ഇനി അങ്ങോട്ടൊരു വിഷയമില്ല. നമ്മളിത് മെയിൻ സ്ട്രീമിലൂടെ കേട്ടതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അത് മനസ്സിലാക്കിയ രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ്. അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട മനുഷ്യൻ മനാഫായിരുന്നു. അദ്ദേഹം അത് വളരെ ക്ലിയറായി മനസ്സിലാക്കി. മനോഫിന് കാര്യങ്ങൾ മനസ്സിലായില്ലേ? കുടുംബം പറഞ്ഞ കാര്യം മനസ്സിലായി. ഇവർക്ക് ചില കാര്യങ്ങളിന്റെ സംസാരങ്ങൾ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം. അപ്പൊ അതിപ്പം ഇപ്പൊ എന്താ പറഞ്ഞാൽ കഴിഞ്ഞ് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയത്തില് തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത്. ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരെന്ത് ഉദ്ദേശിച്ചത് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താണ് ഒരു ഫാമിലിയാണ്, ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിന് അതിപ്പോൾ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ നമ്മളെ കുടുംബമാണ്. ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്, കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല, സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ്. ഞാൻ വീണ്ടും ഇവരോട് പറയാണ്, എന്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് പാകപ്രയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞു കഴിഞ്ഞ് മാപ്പ്. ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം. ഇത് നമ്മളെ കുട്ടികളാണ്. നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്കും എനിക്കും ഒക്കെ ഇനിയും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ. പിന്നെ ഇവരെ സംഗീ പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവ് ചെയ്ത് ചെയ്യരുത്. ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദം ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോ ഒരു ഫാമിലിയാണ്. ഒരിക്കലും ഇനി ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാം.
അത് എനിക്ക് പറയാനുള്ളൂ. അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ. അപ്പോൾ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്, നമുക്കുണ്ടായ മനപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാനുള്ള രീതി ഈ ഒരു തെരച്ചിൽ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പൊ അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചൊക്കെ ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു, ഏത് രീതിയിലാണൊക്കെ ഉണ്ടായതെന്നുള്ള. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞാല് സാധാരണക്കാരനായ ഒരാളാണ്. പിന്നെ അതിൽ കുറെ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ട് ആയി മാറിപ്പോയി. ഉദ്ദേശ കാര്യം ശരിക്കും വേറെ ഒന്നായിരുന്നു, പക്ഷെ ജനങ്ങളെത്തി വേറെ ഒന്നായിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഇതിലിപ്പോ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാല് ഞാൻ സംഘിപ്പട്ടം, പിന്നെ ഒരു എന്താ പറയാ ഒരു വർഗീയ തലത്തിലുള്ള ആള്, പിന്നെ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ വളച്ചൊടിക്കുന്ന കുറെ ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയില്ലേ. നമുക്കിപ്പോ ഓരോടിപ്പോ എന്താ പറയാ, അവർക്കിപ്പോ ഓരോട് ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരള, വർഗീയ നമ്മളിപ്പോ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഇതിന്റെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആള് വിദ്വേഷ കമന്റ് ഇടരുത്. ഇത് കേരളത്തിന് എനിക്ക് തോന്നുന്നു. അത് കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കും. അല്ലെ, വിവേകമുള്ള ഒരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നില്ല. ഇത് കുറച്ച് എന്താ അറിയോ, പിന്നെ ഇതിലൊന്നും പെടാതെ ആൾക്കാർ എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലിപ്പോ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ജനങ്ങൾ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാധാരണ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നുമല്ല. ഞാൻ സാധാരണ ഒരു ജിതിൻ, ഒരു സാധാരണ മനുഷ്യൻ. അപ്പൊ അതിൽ വന്ന് കുറെ ഭാഗപ്പഴക്കയിലുണ്ടേനി, കുറെ കാര്യങ്ങൾ എത്തിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അത്രേ ഉള്ളൂ. ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാല്, അർജുന്റെ അളിയനാണല്ലോ, എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണെന്നുള്ളത് ഞമ്മക്കറിയാം. അവിടെയുള്ള നല്ല അവിടെ പണിയെടുത്തിക്കണ്. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നു ജിതിന്റെ കാര്യം. ജിതിൻ എന്ന് പറഞ്ഞത് ശരിക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു അളിയനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജിതിന്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിനും അവിടെ തന്നെ നമ്മളെ പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ്. ഒരു അളിയന്മാര് ചിലപ്പോ ഇത്രത്തോളം ഒന്നും ഒരു ചെയ്യൂല. തീർച്ചയായിട്ടും എന്താ പറയാ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വിഷയമാണ്. ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ്, അപ്പൊ ഇവനക്ക് ഇത്ര പരിധി ഇല്ല. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് എത്ര ഭാര്യ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മെനക്കെടുന്ന അളിയന്മാരുണ്ടാവും, ഒരാളും ഉണ്ടാവില്ല. ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ട് നടന്ന ആളാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത്. ഇതിന് പിന്നിൽ ഇങ്ങനെ എന്തോ ചെറിയ കളികളൊക്കെ നടന്ന് അതിലും അങ്ങോട്ട് എന്തായിപ്പോയതാണ്, അങ്ങോട്ട് ഇതായിപ്പോയി. നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കണേ, നമ്മളെ പിന്നിൽ തമ്മിൽ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല. ഇതൊരു ഫാമിലിയാണ്. ഇതില് ഇതുപോലത്തെ മനുഷ്യനെ നമ്മൾ എന്താക്കണോ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വേണം. എന്താ പറഞ്ഞാൽ ഇവനക്ക് ഇവന്റെ ജ്യേഷ്ഠനാ, ഓക്കെ, ഇവൻ ഒഴിച്ചിട്ട് ഈ കൂടുതൽ ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മയുള്ള കാര്യമാണ്. സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിതിന്, സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല, സ്വന്തം മക്കൾക്ക് അവന്റെ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ്. ചെറിയ ഫാൾട്ട് ഒരു എന്താ പറയാ ആളുകൾക്കും ഉണ്ടാവും, എനിക്കും പറ്റും, നിങ്ങൾക്കും ആർക്കും പറ്റില്ല. അല്ലെങ്കിൽ മനുഷ്യന്മാരല്ലല്ലോ നമ്മള്. ഇതിന് എന്താണ് ഇനി അങ്ങോട്ടേക്ക് ഒരു തരത്തിലും പോരുത്. ഈ കമന്റ്, ഈ ഒരു വീഡിയോന്റെ കമന്റ് കേരളം കണ്ട സൂപ്പർ കമന്റ് ആയിരിക്കും. അതായിരിക്കും. മുബിൻ എന്ത് പറയാനുള്ള മുബിനെ? ഇത് നമ്മളൊരു സാഹോദര്യത്തിന്റെ ഒരു പ്രതീകമാണ്. നമ്മളിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ വന്ന് തുടങ്ങിയോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ ഭയം ഒന്നുമില്ല. നമ്മളെ ഇടയിൽ ഒരു കുഴപ്പമില്ല, നിലവിലും ഇല്ല, ഇപ്പോഴും ഇല്ല. അല്ല, മുബീൻഖിനെ കുറിച്ച് കാര്യം പറയാനുള്ളത്, ഞങ്ങള് പിന്നെ മനാഫ്ഖാന്റെ രീതിയിൽ അവിടെ വേറെ ഭാഗത്തുണ്ട്. ഞാനും മുബീൻഖ് പറഞ്ഞാൽ എനിക്ക് പിന്നെ അർജുന്റെ ഒരു മാതിരിയുള്ളൊരു ഫീൽ തോന്നി. അത്രയും ആത്മബന്ധം. ഒരേ റൂമിൽ താമസിച്ച് ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിന് എന്താണെങ്കിലും നമ്മളെ അവിടെ ഉണ്ടാക്കുന്ന അവിടെ പോകുന്ന പക്ഷെ എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന 24 മണിക്കൂറിൽ 18 മണിക്കൂർ ഒരുമിച്ചുണ്ടാവുന്ന ആൾക്കാർക്ക് നമ്മൾ എല്ലാത്തിനും അവസാനം ചിരിച്ചുകൊണ്ടൊരു അവസാനം അല്ലെ? അത് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. സായി ഒന്ന് ഇത് പറഞ്ഞിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യണം. ഇല്ല, എനിക്ക് ഇവർ ഒന്നിച്ച് നിൽക്കുന്ന ഫ്രെയിം തന്നെയാണ് എന്റെ മനോഹരം. എനിക്ക് അതാണ് ഏറ്റവും കാര്യം. എന്തൊക്കെയോ പേരിൽ ആരൊക്കെയോ തമ്മിൽ ഇപ്പൊ ഇവരെ പേരിൽ തമ്മിലടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തുണ്ട്. സോ അവര് മനസ്സിലാക്കേണ്ടതാ, അഭിജിത്താണെങ്കിലും മനാഫാണെങ്കിലും ജിതിനാണെങ്കിലും മുബീനാണെങ്കിലും ഓരോരുത്തരും എല്ലാവരും. അതെ, ഇപ്പൊ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ സന്തോഷമുണ്ടല്ലേ. എത്രയോ വലിയൊരു പ്രശ്നമായി തീരേണ്ട ഒരു കാര്യം ഒതുക്കി തീർത്ത് ഇതിന് പിന്നെ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രയത്നിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു വീഡിയോ ഫ്രെയിമിൽ കണ്ടവർ മാത്രമല്ല, പുറത്ത് നിന്ന് ഉള്ളവരും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കേരളക്കാരെ ഒന്നാകെ ഏറ്റെടുത്തൊരു പ്രശ്നമായി മാറുകയാണ് അല്ലെ. ഇപ്പൊ ഈ ഒരു 72 ദിവസം അർജുനെ കാണാതായ മുതൽ അവിടെ ഉണ്ടായിരുന്ന മനാഫിനെ കുറിച്ച് ഒരാൾ ഇതുപോലെ കുറ്റം പറയുമ്പോൾ അതൊന്നും കേട്ട് നിൽക്കാനോ സഹിക്കാനുള്ള ശേഷി നമുക്കൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതികരിച്ചത് അതിനെതിരെ. അല്ലാതെ വർഗീയ വിദ്വേഷമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ആർക്കും ഒരാളോടും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരാള് നമ്മൾ ഇപ്പോൾ കണ്ടു തന്നിരുന്ന ഒരാളെ അങ്ങനെയല്ല അയാളുടെ മുഖം വേറെയാന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. അത് തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ പറഞ്ഞു നിർത്തിയത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ താഴുമ്പോൾ നമ്മുടെ വില
കളയുകയല്ല, നമ്മുടെ വില ഉയരുക തന്നെ ചെയ്യുന്നത്. അത് ഇവിടെ മനാഫ്ക വീണ്ടും തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ 2 കുടുംബങ്ങളും നല്ല സന്തോഷത്തോടു കൂടി തന്നെ അങ്ങ് പോകട്ടെ. അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഇതിൽ ജിതിൻ പറയുന്നുണ്ട് ഞാൻ പറയാൻ വന്ന കാര്യം വേറെ ഒന്നാണ്, പക്ഷെ സംസാരിച്ചപ്പോൾ സംഭവം വേറെ ഏതോ ലെവലിലേക്ക് പോയി എന്നുള്ളത്. നമ്മൾ സംസാരം എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു പാകപ്പയോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് കുടയും, ആളുകൾ എല്ലാവരും കുടയും. അത് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. അല്ലാണ്ട് നിങ്ങളുടെ ആർക്കും ഒരാൾക്കും ഒരു വ്യക്തി വൈരാഗ്യവും ഇല്ല. നന്മയെ സ്വീകരിക്കാനും അതുപോലെ തിന്മയെ അകറ്റി നിർത്താനുമുള്ള ഒരു ശേഷി നമുക്ക് മലയാളികൾക്കുണ്ട്. മലയാളി പൊളിയാടാന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെ ഇവിടെ നടന്നത്. അതുപോലെ ഇപ്പോൾ നല്ലൊരു കാര്യം വന്നപ്പോഴേക്കും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും പറയുന്നത് വിചാരിച്ചു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, വീഡിയോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.